ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാവുന്നൊരു മോസ്ഫെറ്റിൻ്റെ ബോർഡാണ്. 4 മോസ്ഫെറ്റ് ഫ്രിഡ്ജ് ചെയ്ത് വരുന്നൊരു ബോർഡാണ്. അത്യാവശ്യം വർക്കിങ് കാര്യങ്ങളും കുഴപ്പമില്ലാത്തൊരു ബോർഡ്. അപ്പം ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ കംപ്ലൈൻ്റ് ആണ്. നിലവിൽ ഇപ്പം സൗണ്ട് ഭയങ്കര പൊട്ടലാണ് ഓണാക്കി കഴിയുമ്പോഴത്തേക്ക്. അപ്പം അതിന് വർക്ക് വെച്ച് കാണിക്കും. ഭയങ്കര പൊട്ടലാണ് സൗണ്ട്. ഇത് മോസ്ഫെറ്റും കാര്യങ്ങളും നിലവിൽ നാളെ പോയിട്ടില്ല. അത് ഷോർട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ അത് പ്രീ സെക്ഷനകത്ത് ഒരു 5 ട്രാൻസിസ്റ്റർ വീതം വരുന്നുണ്ട്. ഈ സൈഡിൽ 3 18-15 10-15 2 18-15 വീതം 2 സെക്ഷനിലും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അയച്ചൊന്ന് ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, ക്ലിയർ ആവുന്നുണ്ടോ. അപ്പം ഈ പ്രീ സ്റ്റേജിലെ ഇവിടുത്തെ 5 എണ്ണവും ഇവിടുത്തെ 5 എണ്ണവും മാറ്റി കഴിയുമ്പോഴത്തേക്ക് പൊട്ടൽ മാറുന്നുണ്ടോ, അത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് 5 എണ്ണവും പറിച്ച് മാറി, ഇതിനകത്ത് 5 എണ്ണവും പറിച്ച് മാറിയിട്ട് ഒന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പോൾ പറിച്ച് നോക്കുന്നതിന് മുന്നേ ഓരോന്നും പറിക്കുമ്പം ഇപ്പോൾ 10-15 ആണെങ്കിൽ 3 എണ്ണം വീതം പറിക്കുക, ഇവിടെ 3 എണ്ണം വീതം പറിക്കുക. അപ്പോൾ 18-15 ആണെങ്കിൽ ആദ്യം അത് പറിക്കുക, അല്ലെങ്കിൽ പറിച്ച് കഴിയുമ്പോൾ എവിടെ ഇടേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ആദ്യമേ 10-15 അങ്ങ് പറിച്ച് മാറുക. പത്ത് 15 രണ്ട് സൈഡിലേയും 3 എണ്ണം വെച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 10-15 ആദ്യമേ ഇട്ടിട്ടൊന്ന് സോൾഡർ ചെയ്യാം.
അപ്പോൾ ഇട്ട് ആദ്യം ഒന്ന് സോൾഡർ ചെയ്ത് വിടാം. ഒരു 10-15 സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി 18-15 കൂടെ മാറ്റിയിട്ട് ലെഗെല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. പത്ത് 15 മാറ്റിയിട്ടിട്ടുണ്ട്. ഫുൾ 2 സൈഡിലും സ്പെയർ പ്രീ സെക്ഷൻ ട്രാൻസിസ്റ്റർ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓണാക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നല്ലൊരു സംഭവം ഓക്കെയാണ്. ഞാൻ സീരിയലായിട്ട് കുത്തിയിട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു പമ്മൽ, അല്ലാതെ വേറെ വർക്കിങ്ങും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതുപോലെ യൂണിവേഴ്സൽ മോസ്ഫെറ്റ് ബോർഡിൻ്റെ പിന്നെ ഇതുപോലെ സ്പീക്കർ ലൈന് പൊട്ടൽ കൂടുതൽ വരികയാണെങ്കിൽ ഈ സ്റ്റേജിലെ ട്രാൻസിസ്റ്റർ 10 ഉണ്ട് 2 സൈഡിലുമായിട്ട്. അത് മാറി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ തീരാറുണ്ട്. ഷോട്ടിങ് സംബന്ധമായിട്ട് ഷോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ മാത്രമേ IRF ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പം നിലവിൽ ഷോട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല, സ്പീക്കറിനകത്ത് പൊട്ടൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.